ഈ SDPI വിട്ടാൽ ഈ 10 മണ്ഡലങ്ങളിൽ CPM ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ്. ആ ആരോപണത്തിന്റെ ക്രക്സ് എന്താണ്? അതിന്റെ വിശദാംശം എന്താണ്? അതിലിപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഡീല് എന്ന് പറഞ്ഞ കാര്യമേ ചർച്ച ചെയ്യരുത്. അതേപോലെ തന്നെ ഈ കാരായി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് മനുഷ്യനെ കൊന്ന ആളൊന്നല്ല, അയാൾ വേറെന്തൊക്കെയോ മഹാപ്രവൃത്തി ചെയ്തിട്ടാണ് CBI പ്രതി ചേർത്തത് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് ഇതൊക്കെ ഞങ്ങൾക്കിപ്പോൾ SDPIയുടെ നിലപാടിനോടോ പ്രത്യയശാസ്ത്രത്തിനോടോ ഒന്നും യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല, ആ പ്രത്യയശാസ്ത്ര നഖശികാന്തം എതിർക്കുന്ന സംഘടനയാണ് കോൺഗ്രസ്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണ്. പക്ഷേ ഒരു മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ കേസിലെ പ്രതി വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിനോട് യാതൊരു പ്രതികരണവും ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ SDPI നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ PFI ആണ് നിരോധിച്ചത്, അതിനെ നേതാക്കൾ. പക്ഷെ ആ ഒരു കാണിക്കുന്ന ആവേശം പോലും, എന്നെ തിരുത്താൻ കാണിക്കുന്ന ആവേശം പോലും ഫസൽ കേസിലെ പ്രതി മത്സരിക്കുമ്പോൾ SDPIയുടെ പ്രതിനിധി കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ കേരളത്തിൽ CPM-ഉം BJP-യും SDPI ഇപ്പോൾ പുതിയ ആൾ കൂടി വന്നിട്ടുണ്ട്, PDP-യും. ഇപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ UDF-നെ തോൽപ്പിക്കുക, കോൺഗ്രസ് മുക്ത കേരളം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്നു വരുന്നത്. UDF മുക്ത മുദ്രാവാക്യം വിളിച്ച് രാജീവ് ചന്ദ്രശേഖരനും പിണറായി വിജയനും ഒക്കെ എതിർക്കുന്നതും, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ എതിരാളിയും UDF മാത്രമാണ്. BJP-യെ CPM വിമർശിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കഴിഞ്ഞ തവണ കോന്നിയിൽ 34,000 വോട്ടാണ് സുരേന്ദ്രന് കിട്ടിയത്. ആ സ്ഥലത്താണ് ഈ പറഞ്ഞ 2020 സീറ്റ് ഇപ്പോൾ വിറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശബരിമല വിഷയം, ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടാകില്ല എന്ന രീതിയിലാണ് പിന്നെ ഈ പറഞ്ഞ 2020യുടെയും അതേപോലെ തന്നെ BDS-ൻ്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ പറയുന്നത്. എന്നോട് നേരത്തെ മാറിപ്പോയതാണ്. റാന്നിയിൽ BDS-ഉം അതേപോലെ തന്നെ പിന്നെ റാന്നിയിൽ 2020യും കോന്നിയിൽ ഈ പറയുന്ന BDS-ആണ് മത്സരിക്കുന്നത്. അപ്പോൾ A ക്ലാസ് മണ്ഡലം പോലും അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഡീലുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ പാലക്കാട് ഇന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണ RSS-ൻ്റെ വോട്ട് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അവിടെ 2ാം സ്ഥാനക്കാരും 1ാം സ്ഥാനക്കാരും തമ്മിൽ ഡീലുണ്ടെന്ന രീതിയില്ല. 3ാം സ്ഥാനത്തുള്ള ആളുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് BJP-യെ ജയിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൃത്യമായ ഡീലിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംസാരിക്കുന്നത് പോലും മഹാ അപരാധമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.